കുട്ടീസ്, ഇത് ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചാലോ. നോക്കടാ, നമ്മുടെ ബോർഡിൽ നിങ്ങൾ ഇപ്പം 3 കേക്കും അതേപോലെ തന്നെ 2 ക്യൂട്ട് ആയിട്ടുള്ള മക്കളെയും കാണുന്നുണ്ടായിരിക്കും അല്ലെ. ഈ 3 കേക്കും 2 പേർക്ക് എനിക്ക് തുല്യമായിട്ട് വീതിക്കണമെങ്കിൽ ഞാൻ ഏത് രീതിയിൽ കൊടുക്കൂടാ? യെസ്, ഞാൻ ആദ്യം തന്നെ ഒരു കേക്ക് ദേ നമ്മളുടെ ചിട്ടുക്കുട്ടിക്ക് കൊടുക്കും. അതേപോലെ തന്നെ അടുത്ത ഒരു കേക്ക് ഞാൻ മിട്ടുവിനും കൊടുക്കും. റെഡി അല്ലേ? അപ്പൊ ഓരോ കേക്ക് വീതം ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഒരാൾക്ക് ഒരു കേക്ക് കിട്ടി, ഓരോന്നോരോന്ന്. ഇനി നോക്കിക്കേടാ, ഈ ഓരോ കേക്കും കിട്ടിക്കഴിഞ്ഞാലും ബാക്കി ഒരു കേക്ക് ബാക്കിയാണ് അല്ലേ. ദേ ഇവിടെ നമുക്ക് സെന്ററിൽ കാണുന്ന ഒരു കേക്ക് ബാക്കിയാണ്. സോ അത് ഈക്വലി എനിക്ക് ചിട്ടുവിനും മിട്ടുവിനും കൊടുക്കണം. ഞാൻ എങ്ങനെ കൊടുക്കും? യെസ്, ഈ ഒരു കേക്കിനെ ഞാൻ സെന്റർ ആയിട്ട് ഇങ്ങനെ ഹാഫ് ആക്കി, പകുതിയാക്കി കട്ട് ചെയ്യും ഇല്ലേ. അപ്പൊ ഞാൻ അതിനൊന്ന് നേരെ സെന്ററിൽ പകുതിയാക്കി കട്ട് ചെയ്തു. അപ്പൊ എന്താവും? ദേ അരഭാഗം 1/2 ആയിട്ട് മാറി. ഈ ഓരോ പകുതിയും ഞാൻ ചിട്ടുവിനും മിട്ടുവിനും കൊടുത്തു. അപ്പൊ നോക്കിക്കേ, ഒരു കേക്ക് മൊത്തത്തിലും കിട്ടി, പകുതിയും കിട്ടി. അപ്പൊ 1ഉം അരയും കൂടെ ചേരുമ്പോൾ 1.5 ഭാഗം ആർക്ക് കിട്ടി? നമ്മളെ മിട്ടുവിന് കിട്ടി. അതുപോലെ തന്നെ ചിട്ടുവിനെ നോക്കിക്കേ, ദേ ഒരു കേക്കും അര കേക്കും അല്ലേ. ഒരു കേക്ക് മൊത്തവും കിട്ടിയിട്ടുണ്ട്, അതിൽ അര കേക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ 1ഉം അരയും കൂടെ 1.5 കേക്ക് കിട്ടി എന്ന് പറയാം. 1.5 1.5 അല്ലെ. ഇതാണ് ശരിക്കും നമുക്ക് എന്താണ് മുഴുവനും അതുപോലെ ഭാഗവും എന്നുള്ള രീതിയിൽ പഠിക്കാനുള്ളത്. സോ ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ബോർഡിലേക്ക് നോക്കിക്കേ, 3 കുപ്പികളുണ്ട്. പക്ഷെ ഇതില് 2 കുപ്പികളിൽ നിറയെ വെള്ളമുണ്ട്, 3ാമത്തെ കുപ്പിയിൽ പകുതി വെള്ളമേ ഉള്ളൂ. അപ്പൊ ഇത് ടോട്ടൽ എത്ര വെള്ളം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ പറയാം? യെസ്, 2 കുപ്പിയിലും നിറയെ ഉണ്ട്. 1 + 1 2 ആണ് അല്ലെ. ദെൻ ഇവിടെ പകുതിയേ ഉള്ളൂ, ഹാഫേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന് ആൻസർ കണ്ടുപിടിക്കുക? ഇത് 1 ആണ്, ഇത് 1 ആണ്, ഇത് ഹാഫ് ആണ്. സോ 1 + 1 2, 2 + ½ അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? 2ഉം അരയും 2.5 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റി. 2.5. ഓക്കെ, അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം ആയതുകൊണ്ട് ഇപ്പൊ ബോർഡിൽ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ പറയാ. നോക്കിക്കേ, ഒരു സർക്കിള് ഫുള്ളി നമ്മൾ കളർ ചെയ്തിട്ടുണ്ട്. 2ാമത്തെ സർക്കിള് നിങ്ങൾ 1/4 ഭാഗം 1/4 ഭാഗമേ കളർ ചെയ്തിട്ടുള്ളൂ. സോ 1ഉം 1/4 കൂടെ ഒരുമിച്ച് നമ്മൾ എഴുതിയാൽ ഏത് രീതിയിൽ ഉണ്ടാവുന്നത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.